എല്ലാവരെയും കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതല്ലാതെ അകത്ത് കയറിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. എന്നാ പറയാനാ, എല്ലാരും പോവാടാ. ഇതൊക്കെ ഇവ തന്നെ ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഡിലീറ്റ് ആക്കാൻ പറയുന്നവരാണ് അടുത്തിരിക്കുന്നത്. എനിക്കോ കാണിച്ചു വിടാൻ പോകണം, നമുക്കറിയത്തില്ല. നമ്മൾ ടാറ്റാ ടാറ്റാ. നമ്മളിപ്പോ ജോയിലിനെ വിടാൻ പോവാണ്. നമ്മളിപ്പോ പെരുമ്പാവൂരെത്തി. ബ്രോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാ പറയാനാ, എല്ലാരും പോവാടാ. ഇതല്ലേ നമ്മുടെ മറ്റേ ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ. ഇത് തുറന്നിട്ടില്ല, കണ്ടോ? ഐ സ്വെഡ് തുറക്കത്തില്ല. അപ്പം ജോയിലെ ബെസ്റ്റ് ഓഫ് ലക്ക് ഒന്നും പറയുന്നില്ല. പൊളിക്കുക, വരിക. ഹലോ ഗൈസ്, അപ്പോൾ കെസിപ്പുരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും ചെറുതായിട്ട് എവിടെ ആയിരിക്കുമെന്ന്. സോ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ ചെറിയൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. ചെറിയൊരു ഇൻട്രസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരു ഇൻഫർമേഷൻ പറയുകയാണ്. ഈ വീഡിയോ പതിയെ വരത്തുള്ളായിരിക്കും. കുറച്ച് ലേറ്റ് ആകും, കാരണം എല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റിയോ റീലിനെ പറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞാൽ പിന്നെ ഓരോരോ വ്ളോഗായിട്ട് ഓരോരോ വീഡിയോകളായിട്ട് ഇറങ്ങുന്നതായിരിക്കും. കുറച്ച് താമസമുണ്ട്, കുറച്ച് പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എന്താടാ ഒന്നില്ല, നമ്മൾ പോവുകയാണ്. നമ്മൾ ദുബായ് പോവുകയാണ്. നമ്മൾ ദുബായ് പോയിട്ട് നമ്മൾ എന്തൊക്കെയോ കാണിച്ചു വിടാൻ പോവാണ്, നമുക്കറിയത്തില്ല. നമ്മൾ അറിയുമ്പോൾ നമ്മൾ പറയും. ഇതൊക്കെ ഇവ തന്നെ ഈ വീഡിയോ എടുത്ത് കാണുമ്പോൾ ഡിലീറ്റ് ആക്കാൻ പറയുന്നവരാണ് അടുത്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇതെങ്ങാനും യൂട്യൂബിൽ വന്നാൽ ഞാൻ ഇടുമെന്ന് പറഞ്ഞാൽ ഇടും. സോ അതിൻ്റെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം അല്ലേ? ഫസ്റ്റ് ഫ്ലൈറ്റ്. നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമ. അതുകൊണ്ടാണ് പിന്നെ എയർപോർട്ടിനകത്ത് കയറുന്നതിന് എല്ലാവരെയും കൊണ്ട് വിടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതല്ലാതെ അകത്ത് കയറിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലായിരുന്നു. സോ അവിടെ കുറേ ഫ്രണ്ട്സുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പയ്യെ എല്ലാവരോടും അറിഞ്ഞ് അവിടെ ചെന്ന് എല്ലാം തിരക്കി സെറ്റാകുമെന്ന് വിചാരിക്കും. അപ്പം വീട്ടിൽ സെറ്റ് ചെയ്തിട്ട് വരാം. ഗൈസ്, നമ്മളപ്പം അങ്ങനെ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്, കേട്ടിരിക്കുന്നു. നമ്മുടെ ഇനി ഒരു 4 മണിക്കൂർ ഇതിനകത്തുള്ളിൽ തന്നെ ആയിരിക്കും. സോ ഇനി ബാക്കി പരിപാടി എല്ലാം അവിടെ ചെന്നിട്ട് ഉറങ്ങിച്ചാവുക. ഫ്ലൈറ്റിലെ ഫുഡാണ് ഗൈസ്. എന്താണത് എനിക്കത് പറഞ്ഞു. 2,000 years later. क्या चाहिए रे तेरे को? दुनिया। ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം.
കൈസമ്മ ഞങ്ങളിപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കുകയാണ്. ഓട്ടോവേ ഹബീബി കം ടു എന്ത് പ്രശാന്ത സുന്ദരമായ ഒരു ചെറുത്. എല്ലാം വഴിയേ വരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എല്ലാം കുറച്ച് സമയം എടുക്കും എല്ലാം ഒന്ന് ഇറങ്ങി വരുമ്പോൾ. ഓക്കെ, നമ്മളങ്ങനെ ബാഗ് റിക്ലൈൻ ചെയ്യാണ്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്തത് മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത സ്പോട്ടോട്ട് പോകാം. എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഭയങ്കര നിശബ്ദത കേട്ടോ. ഇത് ടി വിക്കകത്ത് കണ്ട ദുബായ് ഒന്നും ഇങ്ങനെയല്ല. സത്യം പറഞ്ഞു എന്താണെങ്ങനെയാണെന്ന് നമുക്കറിയുമല്ലോ. ഇത് വലിയൊരു ലോങ് ക്യൂ ആണ് കേട്ടോ. കുറേ ഇതുണ്ട്. നടന്ന് 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 അങ്ങ് എത്തണം. അതുപോലെയാണ് ക്യൂ വന്നേക്കുന്നത്. ഇവിടെ സകല രാജ്യക്കാരും ഇവിടെ ഉണ്ട്. അത് വേറെ കാര്യം. എൻ്റെ വീട് എവിടെ? അന്ന് നടക്കുക 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 നടന്ന് 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 ഒരു പോയിന്റ് എത്തും. അങ്ങോട്ട് പോയവർ തന്നെ ഇങ്ങോട്ട് വരുന്നത് കാണുന്നു, ഇങ്ങോട്ട് പോയവർ അങ്ങോട്ട് വരുന്നത് കാണുന്നു. എന്താണ് ഭയങ്കര വിഷയം. അയ്യോ അയ്യോ, നിങ്ങൾ ഈ ക്യൂ കണ്ടോ? ഇത്ര ഗാനം കിടക്കണം. അപ്പം നമ്മുടെ ചെക്കിൻ ബാഗും തിരിച്ച് കിട്ടി. അതായിട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, കുറച്ച് ലോങ് പ്രോസസ്സ് കേട്ടോ. ആദ്യമായിട്ടായതുകൊണ്ട് കുറച്ച് ലോങ് പ്രോസസ്സാണ്. എന്താ എങ്ങനെയൊക്കെ എവിടെയൊക്കെയാണെന്നൊക്കെ അറിയാൻ കുറച്ച് കഷ്ടപ്പെട്ടു. പുറത്താൾ നിൽപ്പുണ്ടെന്നാണ് അറിയുക അല്ലേ? പുറത്താൾ നിൽപ്പുണ്ട്. അപ്പോൾ പുള്ളിനെ ഒന്ന് തപ്പണം. ഓക്കെ, സ്വപ്പം മ്യൂസിക്കാണ്. ആ ബസിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന തമിഴല്ലേ? പാരീസ്. അയ്യോ, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല, അയ്യോ, ചിലപ്പോ ഇത് കടത്തൂരിലുണ്ടോ? ഷാജിയേട്ടാ, എന്നാടാ എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ. ഓ പറ്റിയാലേ നീ അടിക്കണ്ട, അവിടെ വെച്ചോ, ഞാൻ അടിച്ചോളാം.